എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്ക് ഈ ആഴ്ച ഒരു ഉണക്കമീൻ, അതായത് ഞാനിപ്പോൾ നങ്ക് മീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളെ കയ്യിൽ ഏത് മീനുണ്ടെങ്കിലും ചെറിയ മീനായിരിക്കണം എന്നേ ഉള്ളൂ, കാരണം അതിൻ്റെ മുള്ളങ്ങ് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വെച്ചിട്ടൊരു ചമ്മന്തി നല്ല അടിപൊളി ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേറെന്തെല്ലാം വേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണേ. ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കഴുകി എടുത്ത് വെച്ച നങ്ക ഞാൻ ചേർത്ത് കൊടുക്കുന്ന, മാന്താന്നോ നങ്കെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ ഇത് എനിക്ക് എൻ്റെ ആങ്ങളേൻ്റെ ഭാര്യ തന്നതാണേ. ഓൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ജെസ്സി, താങ്ക് യു. അപ്പോൾ സ്പോൺസേർഡ് ബൈ ജെസ്സിയ. അപ്പോൾ അതൊരു 1-2 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ ഈ സൈഡെല്ലാം ഒന്ന് കരിയാൻ തുടങ്ങും. അപ്പോൾ ഒന്നിങ്ങനെ ചരിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ എണ്ണ എല്ലാ ഭാഗത്തും എത്തിയിട്ട് നല്ലോണം മൊരിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ അതാ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഒരു 1.5 മിനിറ്റ് 2 മിനിറ്റ് അതിലപ്പുറം വേണ്ട കേട്ടോ. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് അതേപോലെ ഒന്നിങ്ങനെ ചരിച്ച് വെച്ചെടുത്താൽ പണി കഴിഞ്ഞു. എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലാണേ ഇടാവൂ. ചീഞ്ചട്ടി ആദ്യം ചൂടാവുന്നവരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും പിന്നെ ലോ ഫ്ലെയിമിലേ ഇടാവൂ. കണ്ടില്ലേ, ഇതുപോലെ ചരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ എന്നാലും ഉണ്ട്. കണ്ടില്ലേ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കാര്യം കഴിഞ്ഞു. ഇനി ഒരു 4 ഉണ്ടമുളക് എടുത്തിട്ടുണ്ട്. എരിവിന് കൂടുതൽ വേണേൽ ചേർക്കാം. 1 ഉണ്ട പുളി, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, 4-5 വെളുത്തുള്ളി, ചെറിയുള്ളി, 4 വെളുത്തുള്ളി, 1/2 കപ്പ് തേങ്ങ. ഇത്രയും മതി. വേണമെങ്കിൽ ജീരകം ചേർക്കാം. ഞാനിപ്പോൾ ജീരകമൊന്നും ചേർത്തിട്ടില്ല. ഇനി ഉപ്പ് വളരെ ശ്രദ്ധിച്ചിട്ടേ ഇടാവൂ, കാരണം ഉണക്കമീനിൽ അല്ലെങ്കിൽ തന്നെ ഉപ്പുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂണേ ഉപ്പ് ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇതൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. മീൻ അവസാനം ഇട്ടാൽ മതി. കണ്ടോ, നല്ലോണം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മീനൊന്ന് പൊട്ടിച്ചങ്ങിട്ട് കൊടുക്കുക. പൊട്ടിച്ചിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഇത്രയൊന്നും വേണ്ട. ശരിക്കും പറയാമെന്ന് വെച്ചാൽ ഇത്രയും 1/2 കപ്പ് തേങ്ങക്ക് 1-2 മീൻ മതി കേട്ടോ. അതിന് തന്നെ നല്ലൊരു മണമായിരിക്കും. അപ്പം മീനല്ലാണ്ട് ചോറിറങ്ങാത്തവർക്ക് ഏറ്റവും നല്ലൊരു വിഭവമായത്. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കണ്ടില്ലേ, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു. പിന്നെ ക്രിസ്മസ് വരുന്നുണ്ട്. ഇനി ക്രിസ്മസ് വിഭവമായിട്ട് കാണാം.